ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മോമോസ് ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. ഒരു രക്ഷയുമില്ല, നല്ല അടിപൊളിയായിരുന്നു, ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് മോമോസ് ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് മൈദ, അരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുത്ത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് ഓയിലും പുരട്ടി ഞാനിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സോസ് കൂടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി സവാള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരു 3-4 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാള നമുക്ക് അതും കട്ട് ചെയ്തിട്ട് കൊടുക്കാം, തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതേപോലെ കുറച്ച് പൊട്ടുകടല കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നമ്മളിത് ഈ ഒരു സോസ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ചിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. എനിക്ക് ആ പച്ചക്ക് എടുക്കുന്ന ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പൊട്ടറ്റോ കൂടി വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊട്ടറ്റോ കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നതിന് പകരമാണ് ഞാനിതേപോലെ ആക്കിയെടുക്കുന്നത്. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കട്ട് ചെയ്തതിന് ശേഷം പരത്തി കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. നന്നായിട്ട് കനം കുറച്ച് പരത്തിയില്ലെങ്കിൽ ഇതിന് ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ആ ഒരു കട്ടി വരുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് നമുക്കിത് കനം കുറച്ച് തന്നെ പരത്താനായിട്ട് ശ്രമിക്കാം. നന്നായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സോസ് നമുക്കൊന്ന് പരട്ടി കൊടുക്കാം.
ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം, മടക്കിയെടുക്കാം. ഇനി ഇത് ചെറുതായി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മോമോസിന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കൂ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മോമോസ് ആയിരുന്നു. നമ്മൾ ഈസി ആയിട്ട് നമ്മളെ മോമോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റീം പാത്രത്തിലേക്ക് നമുക്കിത് വെള്ളം തിളച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സോസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു സോസിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ വേവിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ്റെ ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അതാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് കച്ചപ്പ് കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കച്ചപ്പാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് കൂടെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ ക്യൂബാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളുടെ മോമോസും സോസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.